ഈ പ്രായമാകുക എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കൊളാജിൻ ലോസ്, ഫ്രീ റാഡിക്കൽ ഡാമേജ്, ഹോർമോണൽ ചേഞ്ചസ്, സ്ട്രെസ് എന്നിവയൊക്കെയാണ്. എന്നാൽ നല്ലൊരു ഓയിൽ തെറാപ്പി കൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തെ ഫൈൻ ലൈൻസും റിങ്കിൾസും സാഗിങ്ങും ഒക്കെ നല്ലതുപോലെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഓയിൽ മിക്സാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ മുഖത്തെ ചുളിവുകളൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് സ്കിന്നിന് ആദ്യം വേണ്ടത് ഒരു ഡീപ്പ് നറിഷ്മെൻ്റ് ആണ്. അത് ക്രീമുകളേക്കാൾ മികച്ച രീതിയിൽ ഓയിൽസിന് നൽകാനാകും. അതിനാലാണ് ഈ ഒരു ഓയിൽ കോമ്പിനേഷൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു ഓയിൽ മിക്സ് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഞാനിത് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ ഇട്ടിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് മുഖത്തെ ചുളിവുകളും സാഗിങ്ങും ഒക്കെ തന്നെയാണ്. സോ ഈ ഒരു ഓയിൽ മിക്സ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വളരെ വലിയൊരു പരിഹാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഒന്നുകൂടി ചെയ്യുന്നത്. മാത്രമല്ല നമുക്കിപ്പോൾ പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ ആളുകളൊന്നും തന്നെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ഇതൊന്നുകൂടി ചെയ്യുന്നത്, ഒന്നുകൂടി നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഓയിൽ മിക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ ഒരു ഹെവി ഓയിലാണ്, എന്നാൽ ഒരു ഏജിങ് സ്കിന്നിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഓയിൽ കൂടിയാണ്. പിന്നെ ആവണക്കെണ്ണയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കുമുള്ള ഒരു കോമൺ ഡൗട്ടാണ് ആവണക്കെണ്ണ മുഖത്ത് തേച്ചാൽ രോമ വളർച്ച ഉണ്ടാകില്ലേ എന്നുള്ളത്. എന്നാൽ ഉണ്ടാകില്ല. അതൊരു മിത്ത് മാത്രമാണ്. ഒരു ഓയിലിനും മുഖത്ത് ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആവണക്കെണ്ണ ധൈര്യമായിട്ട് മുഖത്ത് തേക്കാം. ഏജ് കൂടുമ്പോൾ നമ്മുടെ സ്കിൻ സ്വയം ഉണ്ടാക്കുന്ന നാച്ചുറൽ ഓയിൽ കുറയാൻ തുടങ്ങും. അതാണ് സ്കിൻ ഡ്രൈ ആയി, റഫായി, ചുളിവുകൾ കൂടുതൽ വിസിബിളായി കാണാൻ കാരണം. സോ നമ്മൾ ആവണക്കെണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ മോയ്സ്ചർ ലോക്ക് ചെയ്യപ്പെടുന്നു, സ്കിൻ സോഫ്റ്റ് ആകുന്നു, ചുളിവുകളുടെ ഒരു ഡെപ്ത് കുറയുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഓയിൽ എന്ന് പറയുന്നത് ഹൊഹോബ ഓയിലാണ്. അത് നമ്മൾ എഴുതുമ്പോൾ ജൊജോബ ഓയിൽ എന്നാണെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഹൊഹോബ ഓയിൽ എന്നാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ നാച്ചുറലി ഉള്ള സെബം പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു ഓയിലാണിത്. ഏജ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കിന്നിൻ്റെ നാച്ചുറൽ സെബം പ്രൊഡക്ഷൻ കുറയും. എന്നാൽ ഈ ഹൊഹോബ ഓയിൽ പ്രധാനമായും നമ്മുടെ സെബം ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം നമ്മുടെ മുഖത്തെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കാനും നമ്മുടെ മുഖം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഈ ഹൊഹോബ ഓയിൽ ഓയിലി സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന പോർസ് ക്ലോഗ് ചെയ്യുന്നില്ല. ഇനി അടുത്തൊരു ഓയിൽ എന്ന് പറയുന്നത് ഫ്രാങ്കിൻസൻസ് ഓയിലാണ്. ഇത് മാജിക്കലായിട്ടുള്ള ഒരു എസൻഷ്യൽ ഓയിലാണ്. ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും പ്രായത്തിൻ്റെതായ എല്ലാ അടയാളങ്ങളും മാറ്റാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ്. സോ ഈ ഒരു ഓയിൽ മിക്സ് തയ്യാറാക്കാനായിട്ട് ഈ 3 ഓയിലുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറയാം. അതിനു മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല ബ്രാൻഡിൻ്റെ ഓയിലുകൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അർബൻ ബൊട്ടാണിക്സിൻ്റെയാണ്. കാസ്റ്റർ ഓയിൽ ആണെങ്കിലും ഹൊഹോബ ഓയിലാണെങ്കിലും ഇത് രണ്ടും എടുത്തിരിക്കുന്നത് അർബൻ ബൊട്ടാണിക്സിൻ്റെയാണ്. വളരെ നല്ലൊരു ബ്രാൻഡാണ്. ഇത് 100% നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. എപ്പോഴും ഒരു ട്രസ്റ്റഡ് ബ്രാൻഡിൽ നിന്ന് മാത്രം വേണം നമ്മൾ പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഏത് ഓയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, എത്രമാത്രം പ്യുവറായിട്ടുള്ള ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. അതേപോലെ തന്നെ ഞാൻ ഫ്രാങ്കിൻസൻസ് ഓയിൽ എടുത്തിരിക്കുന്നത് ഓൾ നാച്ചുറൽസിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 100% നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഓയിൽസാണ് ഇവ 3. വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് ഇവിടെ ഒരു ബോട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുക. അതിലേക്ക് നമുക്ക് നമ്മുടെ കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം.
കണ്ടോ, ഇത്രയും അളവിൽ കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഹൊഹോബ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എത്രയാണോ കാസ്റ്റർ ഓയിൽ എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ ഹൊഹോബ ഓയിലും എടുക്കുക. ഈക്വൽ എമൗണ്ടിലാണ് ഇത് രണ്ടും എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രാങ്കിൻസെൻസ് ഓയിലും കൂടെ ആഡ് ചെയ്യാം. ഫ്രാങ്കിൻസെൻസ് ഓയിൽ ഒരു 3-4 ഡ്രോപ്സ് മാത്രം മതിയാകും. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രാങ്കിൻസെൻസ് ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ 3 ഓയിൽസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. അതിനുശേഷം ഇത് യൂസ് ചെയ്യുക. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ്. നിങ്ങളുടെ മുഖത്ത് പ്രായത്തിൻ്റേതായിട്ടുള്ള എല്ലാ അടയാളങ്ങൾക്കും, ഫൈൻ ലൈൻസും റിങ്കിൾസും സാഗിങ്ങും ഒക്കെ നല്ലതുപോലെ കുറച്ച് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലൊരു പരിഹാരമാകുന്ന ഒരു ഓയിൽ മിക്സാണിത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതൊന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് നിങ്ങൾ ഫേസ് മസാജൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം 2 തവണ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കുറഞ്ഞത് 1 തവണയെങ്കിലും ദിവസവും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓയിൽ മിക്സ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരുന്നതായിരിക്കും. ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണ് എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അത്ര നല്ല, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിൽ മിക്സാണിത്. പിന്നെ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ വളരെ നല്ലതായിരിക്കണം, നല്ല ബ്രാൻഡിൻ്റെ ആയിരിക്കണം. അത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.